കാനാവിലെ കല്യാണത്തിൽ ഇറങ്ങി വന്ന് അതിൻ്റെ കുറവ് നികത്തിയാനെ അനുഗ്രഹിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ CP മാത്യു, അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വിൽസൺ പാസ്റ്റർ ടീം, അപ്പോൾ തന്നെ ഇൻഡോറിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദീപക് എബ്രഹാം പാസ്റ്റർ, വിശ്വാസികൾ, അപ്പോൾ തന്നെ ബെർസബ ചർച്ച് ഓഫ് ഗോഡിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സീനിയർ ലീഡറായിരിക്കുന്ന രാജു പാസ്റ്റർ, ഇവിടെ ഭോപ്പാലിൽ PPF-ൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മാത്യു ജോർജ് പാസ്റ്റർ, അങ്ങനെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയോർക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന സന്തോഷ് പാസ്റ്റർ, ഇൻഡോറിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ബാബുച്ചാൻ മാമ, ബാബുച്ചാൻ്റെ മോൻ, അപ്പോൾ തന്നെ ബേബിച്ചാൻ, ഇവരെ എല്ലാ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ദൈവസേനയിൽ ആയിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മീഡിയ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്തു. വളരെ ഷോർട്ട് ടൈമാണ് നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന സമയത്ത് ദൈവം നമ്മെ കേൾപ്പിച്ചിരിക്കുന്ന സമയ സന്ദർഭങ്ങളൊക്കെ നന്നായി ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. കാലൊരു പ്രത്യേകിച്ചും ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വാമിക്ക് മറക്കാൻ വയ്യാത്ത രണ്ട് ദിവസമാണ്. ഒന്ന് ജനിച്ച ദിവസവും ഒന്ന് വിവാഹ ദിവസവും. ഇനി ഓർക്കാൻ എളുപ്പമാണ്. അതേ രീതി ദൈവം തമ്പുരാൻ കാര്യങ്ങൾ ക്രമീകരിച്ചത് ഓർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നിയുക്ത വരനായിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിയ ലിബിനെ ഓർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭോപ്പാലിലുള്ള PPF സംഘടനയുടെ ഖജാൻജിയായിട്ട് വിശ്വസ്തയോടെ സേവനമനുഷ്ഠിപ്പാൻ കർത്താവിൻ്റെ പ്രത്യക്ഷ ദൈവം സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അനേക ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. അനേകരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളാണ് വീട് വെച്ച് കല്യാണ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. പക്ഷെ വളരെ ചുരുക്കം വരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വിവാഹത്തിന് മുമ്പ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം ചമയ്ക്കുവാൻ വേണ്ടി കർത്താവ് ലിബിനെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് ഒരുപക്ഷെ സ്വാമിയുടെ പ്രാർത്ഥനയായിരിക്കാം. അത് അങ്ങനെ ഒരു രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ ജനിക്കപ്പെട്ടിരിക്കുന്ന ലിബിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലിബിന്റെ പപ്പായും മമ്മിയും വളരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരാണ്. ലിബിന്റെ സിസ്റ്ററുമായിട്ട് സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലാകുവാൻ ഇടയായിത്തീർന്നു. വളരെ കർത്താവിനെയും കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസിയെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വെൽക്കം സ്പീച്ച് ചെയ്ത ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹിതൻ ജോയ് പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവരുടെ ഓർത്ത് സ്തോത്രം ചെയ്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നത് സ്വാമിയുടെ സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരു അവസരം ഒരുക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതെ, ഞാൻ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ദൈവത്തെ സ്നേഹിക്കുകയും നല്ല സ്വഭാവത്താൽ ചെറുപ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വളരുവാൻ പ്രിയ പൈതലിന് ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിനൊക്കെ ഒരു കാരണം ആ സഭയെ ശുശ്രൂഷിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദീപക് പാസ്റ്ററാണ്. അവിടെ കടന്നു ചെല്ലുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അവിടെ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്ന കല്യാണത്തിന്റെ ഒരു ഭാഗം. കാരണം അവിടെ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ തന്നെ ദീപക് പാസ്റ്റർ വിളിച്ചു. അവിടെ കടന്നു ചെന്നപ്പോൾ ഞാൻ സ്വാമിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുവാൻ ഇടയെത്തുന്നപ്പോൾ തന്നെ ദീപക് പാസ്റ്റർ എന്നോട് ഓർപ്പിക്കാൻ ഇടയെത്തുന്നു. ഇത് ഈ ശരീരത്തിന് പറ്റിയതായ ഒരു തല ഭോപ്പാലിലുണ്ട്. ഭോപ്പാലിൽ ഒരു ശരീരമില്ലാത്തൊരു തല എവിടെയുണ്ട്. ഇൻഡോറിൽ തലയില്ലാത്തൊരു ശരീരമുണ്ട്. ഈ ശരീരവും ഈ തലയും തമ്മിൽ യോജിച്ചാൽ വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് ഒരിക്കലും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത്ര വിശ്വസിക്കാൻ പറ്റുന്നതും അത്ര അടുത്ത ഒരു ബന്ധമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാനും സനിച്ചാനൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളുടെ കാലഘട്ടം PPF-ന്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സമയത്ത് തന്നെ ഞങ്ങളുടെ ലിബിന്റെ വിവാഹം നടക്കണമെന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്രകാരം ദൈവം ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പുറകെ പ്രവർത്തിച്ച CP മാത്യു പാസ്റ്റർ, ജെസ്മാമ, അമ്മച്ചി, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മുരളി ചേട്ടനെ ഓർത്ത് സ്തോത്രം ചെയ്ത് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ സ്വാമിയുടെ സഹോദരൻ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഗുജറാത്തിൽ നിന്നും ബൈക്ക് ഓടിച്ചാണ് ഇന്ത്യയിൽ കടന്നു വരുവാൻ ഇടയെത്തുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. എത്രമാത്രം പെങ്ങളെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ അധികം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പുറകെ ബഹുമാനായ ദൈവദാസൻ സജി സോമ്പേലൂസ് പാസ്റ്റർ സംസാരിക്കുന്നുണ്ടല്ലോ.
കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, വിവാഹം എല്ലാവർക്കും മാന്യതയുള്ളതും വിവാഹിതരുടെ കിടപ്പ് അത് നിർമ്മലമായിരിക്കണമെന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വിവാഹം ഒരു മാന്യമായ ഒരു കാര്യമായതുകൊണ്ടാണ് അലമാരയിലിരുന്ന ഏറ്റവും നല്ല പാൻറ്റും ഏറ്റവും നല്ല ഷർട്ടും ഏറ്റവും നല്ല സാരിയും ഒക്കെ ഉടുത്തൊരു മാന്യമായ രീതി തന്നെയാണ് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നത്. അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് വിവാഹം മാന്യതയുള്ളതായി തീരുവാൻ കാരണം? തിരുവചനം വായിക്കുമ്പോൾ വിവാഹം സ്ഥാപിക്കപ്പെട്ടത് ഒരു സംഘടനയല്ല. വിവാഹം സ്ഥാപിച്ചത് ഒരു വ്യക്തിയുടെ ഐഡിയോ ഒരു സംഘടനയുടെ ഐഡിയോ ഒന്നുമല്ലായിരുന്നു. വിവാഹം മൊത്തമായി നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ ഇതിന്റെ സ്ഥാപകൻ തന്നെ സ്വർഗസ്ഥനായ ദൈവമാണ്. ഹല്ലേലൂയ. അത് ദൈവം നോക്കുമ്പോൾ എല്ലാം സൃഷ്ടിച്ച കാര്യങ്ങളും നല്ലതാണ്. പ്ലാന്റ് നല്ലതാണ്, മൃഗം നല്ലതാണ്, പക്ഷി നല്ലതാണ്, വെള്ളം നല്ലതാണ്, സൂര്യൻ നല്ലതാണ്, ചന്ദ്രൻ നല്ലതാണ്, ആകാശവും ഭൂമിയും സകലത്തെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറഞ്ഞു സകലതും നല്ലതാണ്. എന്നാൽ ലിബിനേകനായിരിക്കുന്നത് നന്നല്ല, സ്വാമി ഏകയായി നിൽക്കുന്നത് നല്ലതല്ല എന്ന് സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ കാണുവാനിടയെത്തുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടു, പുത്രനായ യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ അംഗീകരിക്കപ്പെടുവാനിടയായിത്തീർന്നു. പിതാവിനാൽ സ്ഥാപിക്കപ്പെടുകയും പുത്രനായ യേശുക്രിസ്തുവിനാൽ അതേ അനുഗ്രഹിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ എന്ന് കാണുവാൻ സാധിക്കുന്നു. വിവാഹത്തിന്റെ ഉദ്ദേശം തന്നെ നമുക്കറിയാം, ഒരു തക്ക തുണിയായിരിക്കുക. അപ്പോൾ തന്നെ നമുക്കറിയാം അതെ കുടുംബമായിട്ട് കർത്താവിനെ സേവിക്കുക, അപ്പോൾ തന്നെ സന്താന വർധനവും ഉള്ളവരായിരിക്കുക, അപ്പോൾ തന്നെ മ്ലേച്ഛതയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കുക. ഇതാണല്ലോ അതേ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിവാഹത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ നമുക്ക് ചില അതിനുള്ള ബന്ധത്തിൽ ചില ചരിത്രങ്ങൾ അത് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ ഓർപ്പിക്കാനിടയായിരുന്നു. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹം എന്ന് പറയുമ്പോൾ ദൈവം ഹവ്വയെ സൃഷ്ടിച്ചതിന് ശേഷം ആദം പറയുന്നൊരു കാര്യമുണ്ട്, ഇവൾ എന്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നും മാംസം എന്ന് പറഞ്ഞാൽ കാണുവാൻ സാധിക്കുന്നു. അതേ ബോൺസ് ആൻഡ് ഫ്ലഷ് ഓഫ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ അസ്ഥിയും അസ്ഥിയും മാംസത്തിന് മാംസം. ഈ മാംസത്തിന്മേല് അസ്ഥി ഇല്ലെങ്കിൽ മാംസത്തിന് ബലമില്ല. എന്നാൽ മാംസം അസ്ഥിമേലില്ലെങ്കിൽ അസ്ഥി ഒരു സ്കെൽട്ടനായി മാറും. അപ്പോൾ അസ്ഥി സ്കെൽട്ടനായി തീരാതെ അതിന് മാംസം വേണം. മാംസം നിലനിൽക്കണമെങ്കിൽ അസ്ഥി വേണം. അപ്പോൾ അസ്ഥി മാംസം ഒന്നിച്ചു ചേരുന്നതാണ് ഒരു ഭാര്യയും ഭർത്താവിന്റെ കുടുംബ ജീവിതം എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതേ ഹല്ലേലൂയ, ലിബിൻ പറയണം, സ്വാമിയെ നോക്കി പറയണം, ഇവൾ എന്റെ അസ്ഥിയും എന്റെ മാംസത്തിന് മാംസം എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന വാക്കാണ് എബ്രായ ഭാഷ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥമായ ഭാഷ എന്ന് പറഞ്ഞാൽ ഇസ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ എന്ന് പുരുഷനെയും ഇസ് എന്ന് സ്ത്രീയെ നമുക്ക് ഇസ് എന്ന് പറയുമ്പോൾ പുരുഷൻ സ്ത്രീയും, ഇസ എന്ന് പറയുമ്പോൾ അത് പുരുഷനെയായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം സ്ഥാപിക്കപ്പെട്ടത് എന്നത് ഏതൻ പൂങ്കാവനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഭാര്യ ഭർത്താവ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും ലിബിന് അതേ സ്വാമിന്ന് മാറി നിൽക്കുവാൻ സാധിക്കില്ല, സ്വാമിക്ക് ലിബിന് മാറുവാൻ സാധിക്കില്ല. അസ്ഥിയും മാംസം ഉള്ളതായി തീരണം. അതേ ലിബിൻ മനസ്സിലാക്കണം, ഞാനെന്ന മാംസത്തിന് ഉറപ്പ് നിൽക്കണമെങ്കിൽ അതേ സ്വാമിയാണ് അസ്ഥി ഉണ്ടായിരിക്കണം. സ്വാമി മനസ്സിലാക്കണം, എനിക്ക് ഒരു ഷേപ്പ് ഉണ്ടാകണമെങ്കിൽ ലിബിൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഷേപ്പായി ഷാർപ്പായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരുഷനായി സ്ത്രീയായി മാറണമെങ്കിൽ അത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതായിരിക്കണം എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒന്ന് ആദം പറയാണ്, ഇവൾ എന്റെ അസ്ഥിയും മാംസത്തിന് മാംസം എന്ന് കാണുവാൻ സാധിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേ തിരുവചനം വായിക്കുമ്പോൾ വിവാഹത്തെ കുറിച്ച് പറയുന്ന പ്രകാരമാണ് അതേ ലിവിങ് ആൻഡ് ക്ലീവിങ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അത് ദൈവത്തിന്റെ വചനം വായിക്കുന്നു, അപ്പനെ അമ്മയെ വിട്ട് അതേ ഭാര്യയോട്
അവരെന്ത് ചെയ്യുന്നു? പറ്റിച്ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ലിവിങ് ആൻഡ് ക്ലിവിങ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ചിലതിനോട് വിട്ടുപിരിഞ്ഞിട്ട് ചിലതിനോട് ചേരുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല വിവാഹം കഴിഞ്ഞ ശേഷം ബാവുച്ചാനിയോ അമ്മാമയോ അല്ലെങ്കിൽ ലിബിന്റെ പപ്പായും മമ്മിയും മറക്കുവാനുള്ളതല്ല അത് കാണിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബ ജീവിതത്തിന് തടസ്സമായി മാതാപിതാക്കൾ നിൽപ്പാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം കാണുവാൻ സാധിക്കുന്നു. അവർ ഒന്നിനോട് വിട്ട് ഒന്നിനോട് ചേരുന്നു. അപ്പോൾ ഇനി മുതൽ മനസ്സിലാക്കണം, ലിബിന്റെ മമ്മി മനസ്സിലാക്കണം, ചിലപ്പോൾ ലിബിന്റെ മമ്മിയോട് പപ്പയോടും അധികം സംസാരിക്കുന്നതിനേക്കാൾ ഉപരി സ്വാമിയോട് സംസാരിക്കുമ്പോൾ അത് ലിബിന്റെ പപ്പായും മമ്മി ഇങ്ങനെയും ചിന്തിക്കില്ല, ഇത്രയും നാളും അവൻ ഞങ്ങളോട് വളരെ സ്നേഹമായിരുന്നു, ഒരു ദിവസത്തെ 5 പ്രാവശ്യമൊക്കെ ഫോൺ ചെയ്യുമായിരുന്നു, എന്നാൽ ഒരു മാസം ഇപ്പോൾ വന്ന് ഒരു മാസത്തെ ഒരു പ്രാവശ്യം പോലും ഫോൺ ചെയ്യുന്നില്ല എന്ന് പറയരുത്. അതെ, അപ്പോൾ തന്നെ മനസ്സിലാക്കണം, സ്വാമി മനസ്സിലാക്കണം, അതെ എനിക്ക് ലിബിന്റെ പപ്പായും മമ്മിയും എന്റെ പപ്പായും മമ്മിയാണ്. അതെ, ലിബിന് മനസ്സിലാക്കണം, സ്വാമിയുടെ പപ്പായും മമ്മി എന്റെ പപ്പ മമ്മിയാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. അവിടെ ശാരീരിക മാനസിക ആത്മീയമായ കുടുംബ ജീവിതത്തിന് തടസ്സമായിട്ട് നമ്മൾ നിൽപ്പാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ തമ്മിൽ സ്നേഹിക്കുവാനും അവർ തമ്മിൽ ടോക്ക് ചെയ്യുവാനും അവർ തമ്മിൽ അവരുടെ ഇന്ററാക്ഷനും ഷെയറിങ്ങും ലവിങ്ങും അവരുടെ കുടുംബ ജീവിതം ബിൽഡപ്പ് ചെയ്യുവാൻ വേണ്ടി 2 കുടുംബത്തിലെ പേരൻസ് അലവ് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ലിവിങ് ആൻഡ് ക്ലിവിങ് എന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ലിബിൻ വീട്ടിൽ ഒരൊറ്റ മോനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പപ്പായും മമ്മിയോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സഹോദരിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് മറന്നു പോകരുത്. അപ്പോൾ തന്നെ ലിബിൻ അതേ ബാവുച്ചാനെയും അമ്മാമയും സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. ലഭിച്ചിരിക്കുന്ന അളിയനെയും കുടുംബത്തെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരെന്ന് കാണുവാൻ സാധിക്കുന്നു. മൂന്നാമത് കാണുവാൻ സാധിക്കുന്നത് ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം എന്ന് കാണുവാൻ സാധിക്കുന്നു. മണവാട്ടി മണവാള്, ഇവരെ എല്ലാ സമയം മണവാട്ടി മണവാളൻ എന്ന് പറയത്തില്ല. ഇപ്പോൾ നിത്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പാസ്റ്റർ സി പി മാത്യു പാസ്റ്റർ ഉപസമാധാന വാചകം ചൊല്ലിക്കൊടുത്തു കഴിയുമ്പോൾ ഇവര് ഭാര്യ ഭർത്താവായി തീരും. അതുവരെ മാത്രമേ ഇവരെ മണവാട്ടി മണവാളൻ എന്ന് പറയത്തുള്ളൂ. നമുക്കറിയാം, ഹല്ലേലൂയ, ഒരു ബോയും ഹല്ലേലൂയ ഒരു ഗേളും ഹല്ലേലൂയ അതെ ഒരു സമയം വരെയും അവർ മെന്റലി ഫിസിക്കലി ഇമോഷണലി വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്നു, സ്വയമായിട്ട് തയ്യാറാകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവരെ സമൂഹവും പേരൻസും അവരെ തയ്യാറാക്കുന്നു. അതിനുശേഷം അവർ സ്വയമായിട്ട് വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതേ, ക്രിസ്തു സഭയെ കുറിച്ചാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ, വിവാഹ ജീവിതത്തെ കുറിച്ച് വായിക്കുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അതേ ലിബിൻ സ്വാമിയെ സ്നേഹിപ്പാൻ ബാധ്യസ്ഥനായിരിക്കണം. അപ്പോൾ തന്നെ അതേ സഭ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ സ്വാമി എല്ലാ സാഹചര്യങ്ങളിലും ബഹുമാനിച്ചും കീഴ്പ്പെട്ടും അനുസരിച്ചും പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഉത്തമ സ്ത്രീയായി തീരുവാൻ കർത്താവ് സ്വാമിയെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു അത് സഭയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സഭയെ പിതാവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. അതിനുശേഷം വിവാഹം നടക്കുന്നു. ഇതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന വിശുദ്ധ വിവാഹം വാക്കും ഭാഷണം കൂടാതെ ഒരു കാര്യം വിളിച്ചറിയിക്കും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും, എത്രയും വേഗം മടങ്ങി വരും. ഇന്ന് പലക്കാലം ആരെങ്കിലും ഈ വിവാഹത്തിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം. എന്നാൽ ക്രിസ്തുവിന്റെ 2ാം വരവില് അതേ ക്രിസ്തുവുമായിട്ടുള്ള ഹാലലിയ വിവാഹത്തിൽ നമ്മൾ മിസ്സാകരുത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതേ, അപ്പോൾ തന്നെ വിവാഹം എന്ന് പറയുമ്പോൾ ഒരു നുകമാണ്. ഒരിക്കലും അതേ ഹല്ലേലൂയ കാളയും അതേ കഴുതയും തമ്മിൽ പൂട്ടരുത് എന്ന ദൈവവചനത്തോട് കാണാൻ സാധിക്കുന്നു. ഇന്ന് ലോകത്തെ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നുകം എന്ന് പറയുമ്പോൾ കാളയെ മാത്രമേ ഹല്ലേലൂയ നുകത്തിന് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഒരിക്കലും അവിശ്വാസിയോട് വിവാഹം ചെയ്യാൻ പാടില്ല. അത് വിശ്വാസികൾ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ യാതൊരു വിധത്തിലും കോംപ്രമൈസിന് പോകരുതെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അതേ കാലത്ത് സ്നേഹിച്ച് വിവാഹം കഴിക്കുകയല്ല, വിവാഹം കഴിച്ചിട്ട് സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ വിവാഹമെന്ന് നമ്മൾ മറന്നു പോകരുത്. സ്നേഹിച്ചിട്ട് വിവാഹം കഴിച്ചാൽ അതിന് അധികം സമയം ഉണ്ടാകത്തില്ല. എന്നാൽ വിവാഹം കഴിച്ചിട്ട് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വിവാഹ ജീവിതം അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. അപ്പോൾ ഒരു നുഖത്തില് ഒരു യോഗ്യം നിൽക്കേണ്ടത് അതേ ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിക്ക് ഒരു
ഒരു വിശ്വാസം തന്നെയായിരിക്കണം. അപ്പോൾ തന്നെ വിവാഹം എന്ന് പറയുന്ന ഒരു കവനന്റ് ആണ്. അത് ഇതൊരു വർഷത്തേക്ക് വേണ്ടിയല്ല, 5 വർഷത്തേക്കല്ല, 10 വർഷത്തല്ല, മരണം വേർതിരിക്കുന്നവരെയുമുള്ള നിത്യ ഉടമ്പടി എന്നുള്ള കാര്യം, എറ്റേണൽ കവനന്റ് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അത് നാളെ കഴിയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കരുത്, അതേ കാലത്ത് ഇവനേക്കാൾ നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യം നല്ല പക്വതയുള്ള പയ്യനുണ്ടല്ലോ, അല്ലെങ്കിൽ സ്വാമിയേക്കാൾ നല്ല പെൺകുട്ടി ഉണ്ടല്ലോ, അത് ഷേപ്പുകളൊക്കെ മാറും. കാലോലിയം ഇപ്പൊക്കെ നല്ല സൗന്ദര്യമുണ്ട്, നല്ല കളറാണ്, നല്ല സാരിയുണ്ട്. എന്നാൽ ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞ ശേഷം 2-3 ഓപ്പറേഷൻ ഒക്കെ കഴിയുമ്പോൾ ഷേപ്പ് എല്ലാം ഷേപ്പ്ലെസ് ആവും. അപ്പൊ കളർ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരും അപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞത്, ഇതിനേക്കാളും നല്ലത് ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ചെയ്താൽ. ഇല്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇത് 10 വർഷത്തെ കവനന്റ് അല്ല, മരണം വരെയും ഉള്ളൊരു കവനന്റ് ആണ്. അപ്പോൾ ജീവിതത്തില് പ്രയാസ പ്രതിസന്ധികൾ ഉണ്ടാവും. എന്നാൽ ഞാൻ ഇന്നാൾ ഓർപ്പിച്ച പോലെ ഒരു നല്ല കിച്ചൺ ആണെങ്കിൽ അവിടെ എപ്പോഴും പാത്രം എടുക്കുന്നതിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും. എന്നാൽ പാത്രം പൊട്ടിക്കാൻ നോക്കരുത്, എന്നാൽ സൗണ്ട് ഉണ്ടാകാനിടയിൽ തീരും. എന്നാൽ കിച്ചണിൽ ഒരു വർക്കില്ലെങ്കിൽ അതിന്റെ അർത്ഥം കിച്ചണിൽ ഒന്നുമില്ല. ഇതുപോലെ തന്നെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അവസാനം വരെയും ഒരു നല്ല കുടുംബ ജീവിതമായി കർത്താവ് സഹായിക്കട്ടെ. 30 ചരട് കുഞ്ഞുങ്ങളെ ഒരിക്കലും അറ്റുപോകരുത്. കുടുംബ ജീവിത പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, അതിസൽക്കാരം കുറഞ്ഞു പോകരുത്. ഈ അമ്മച്ചിയോട് ചോദിച്ചാൽ അറിയാം, അനേകരുടെ അനുഭവങ്ങൾ ഉള്ള ഒരു അമ്മച്ചിയാണ്. അത് അനേക അനുഭവങ്ങൾ പറയാൻ സാധിക്കും. അത് പിതാക്കന്മാർ പ്രമാണിച്ചു വന്ന വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സോറി പറയാൻ അറിയെങ്കിൽ രക്ഷപ്പെട്ടു, സോറി പറയാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഒരുപക്ഷെ ഈ ഉപ്പ് ഇച്ചിരി കുറഞ്ഞാലും എന്താ ലിബിന് പറയണം, ഇന്നത്തെ കറി നല്ലതായിരുന്നു, അപ്പോൾ നാളെ നല്ല കറിയായിരിക്കും. അതല്ല, ചില ഭർത്താക്കന്മാരുണ്ട് 50 വർഷമായി കുടുംബജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഭാര്യ നോക്കി ഒരു നന്ദി പറയത്തില്ല. ഒരു നല്ല മീൻകറി വെച്ചാൽ, ഒരു നല്ല മട്ടൻ കറി വെച്ചാൽ, നല്ല കറിയാന്ന് പറയുമ്പോൾ അത് വീണ്ടും ആ ടേസ്റ്റ് കൂടും. അപ്പോൾ അങ്ങനെ തന്നെ നന്ദി പറയുന്നവരുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ അച്ചായന്മാരെ അക്സെപ്റ്റ് ചെയ്യണം. ഇത് അച്ചായന്മാരെ 10 പ്രാവശ്യം കട വിടുന്ന ഭാര്യമാരുണ്ട്. അതൊരു 8ാം നിലയിൽ താമസിക്കുന്ന അച്ചായനാണെങ്കിൽ ഇറങ്ങി വാ, പോ, പിന്നെ കയറ്, ഉപ്പ് വാങ്ങിച്ചോണ്ട് വാ, വാങ്ങിച്ചോണ്ട് പോയി. അത് വിവരമില്ലാത്ത ഭാര്യമാര് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ വിവരമുള്ള ഭാര്യയാണെങ്കിൽ ഒരു ദിവസം എന്തെല്ലാം വേണോ അതൊക്കെ എഴുതി വെക്കും, എന്നിട്ട് ലിസ്റ്റ് കൊടുക്കുക, അച്ഛാ ഇതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഭാര്യ ഭർത്താവ് തമ്മിൽ അവർ സ്നേഹിക്കണം. പരസ്പരം അവരുടെ സ്നേഹങ്ങൾ എത്ര സമയമില്ലെങ്കിൽ ഇവന് അവരുടെ ജോലിയൊക്കെ വളരെ ബിസിയാണ്. പക്ഷെ എന്നാലും സ്വാമി ഇനിയും പോക്കറ്റ് ഒന്നായിരിക്കണം, ATM കാർഡ് ഒന്നായിരിക്കണം, പേഴ്സ് ഒന്നായിരിക്കണം, എല്ലാം ഒന്നായിരിക്കണം. മറന്നു പോകരുത്. പണ്ടൊരിക്കല് 2 പേര് തമ്മിൽ എന്ത് ചെയ്തു, മാർക്കറ്റിൽ പോയി അച്ചായൻ ഒരു സാധനം വാങ്ങിച്ചിട്ട് അച്ചായന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഓർത്തത്, അയ്യോ ഞാൻ കല്യാണം കഴിഞ്ഞു ആളല്ലോ എന്ന്. അങ്ങനെ വരരുത്. ഇനി ഇപ്പൊ നടക്കുമ്പോ സ്ലോ നടക്കണം കേട്ടോ. കാരണം കല്യാണം കഴിക്കുന്നവരെ നമ്മുടെ നടപ്പ് സ്പീഡാ. അത് കഴിയുമ്പോൾ കല്യാണം കഴിയുമ്പോഴത്തേനും സൗമ്യ അത്ര ചാടി ഓടി വരാനൊന്നും പറ്റത്തില്ല. അപ്പൊ പ്രിയ നടക്കാൻ പഠിക്കണം, ക്ഷമിക്കാൻ, തമ്മിൽ ക്ഷമിക്കുക, സഹിക്കുക, വഹിക്കുക. ഒരു നേരത്തെ ആഹാരം മിസ്സായാലും കുടുംബ പ്രാർത്ഥന മുടക്കരുത്. അങ്ങനെ ദേശത്തിനും ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ നിങ്ങളെ ശാരീരികവും മാനസികവും ആത്മീയമായും അനുഗ്രഹിക്കട്ടെ. സഭയുടെ IP7 സഭയുടെ അതേ ആശംസ അറിയിക്കുന്നു, PPF-ന്റെ ആശംസ അറിയിക്കുന്നു, ബേത്തൂർ ഡിസ്ട്രിക്റ്റിന്റെ ആശംസ അറിയിക്കുന്നു, സുസമാചാർ തിയോളജിക്കൽ സെമിനാറിന്റെ ആശംസ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേ ലിബിനെ, Hello, you are blessed with Hello, Swami and Swami, you are blessed with living. God bless you. സന്ദർഭത്തിൽ ഒരു പാട്ട് പാടി നമ്മെ സഹായിക്കുന്നതായിരിക്കും. ഒരു പാട്ട്, പഴയ പാട്ടാണ്, ഇംഗ്ലീഷിൽ ഗാനം ഞാൻ ഒരുമിച്ച് പാടുന്നു. What are you turning to wine? What are you turning to wine? Open the eyes of the blind. There is no one like you, none like you. Into the darkness you shine. Out of the ashes we rise like you. None like
God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Our God is greater, our God is stronger. God, you are higher than any other. Awesome in power, our God, our God. Into the darkness you shine, out of the ashes we rise. None like you. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. And if our God is for us, then who can ever stop us? And if our God is with us, then what can stand against? And if our God is for us, then who could ever stop us? And if our God is with us, then what can stand against? Our God is greater, our God is stronger. God, you are higher, awesome in power. Our God, our God. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in our God. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ കൂടി വരുന്ന ഇടത്തൊക്കെയും ദൈവവചന ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യം നാം കൊടുക്കാറുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേട്ടുവെങ്കിലും തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോകുകയാണ്. കർത്താവിൻ ദാസൻ പാസ്റ്റർ സജി ഷാവുമേൽ ഈ സന്ദർഭത്തിൽ ദൈവവചനം നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കും. അദ്ദേഹം ലിബിൻ്റെ എഴുമറ്റൂരുള്ള സഭയിലെ പാസ്റ്ററാണ്. മല്ലപ്പള്ളി IPC സെൻറ്ററിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. കേരളത്തിലായിരുന്നെങ്കിൽ ഈ വിവാഹം താനായിരുന്നു നടത്തേണ്ടത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് താനെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവം തന്നെ അഭിഷേകത്തോടെ ഉപയോഗിക്കേണ്ടതിനായി വചന കേൾവി നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും സമൃദ്ധിക്കും നന്മയ്ക്കും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ പാസ്റ്റർ സജി ഷൗമേൽ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. അവിടെ കേൾക്കാൻ എല്ലാവർക്കും കേൾക്കാം. പാസ്റ്റർ CP മാത്യു, വേദിയിലായിരിക്കുന്ന ബഹുമാനരായ കർത്താവിന്റെ ദാസന്മാർ, അനുകരിക്കുന്ന ഗായിക സംഘം, ശശാൽ, നീക്ക മണനാടൻ, ലിബിൻ മാത്യു ജോൺ, നീക്ക മണനാട്ടി, സോമി കോശി, ഇരുവരുടെയും മാതാപിതാക്കന്മാർ ഈ ലൈവിലൂടെ ഈ ആത്മീയ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ബഹുമാനരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾക്കുള്ള ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. 2019 ഡിസംബർ മാസം 13-ാം തീയതി പ്രിയ ലിബിന്റെ വിവാഹം ഇൻഡോറിൽ വെച്ച് എൻഗേജ് ചെയ്തു. 2020 ആണ്ട് ഏപ്രിൽ മാസം 23-ാം തീയതി ഈ വിവാഹം തിരുവല്ലയിൽ വെച്ച് നടത്തുവാനുള്ള ക്രമീകരണമാണ് ചെയ്തതെങ്കിലും കഴിഞ്ഞ ചില മാസങ്ങളായി ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന
ഈ സംഭവത്തിന്റെ മുൻപിൽ ഈ വിവാഹം പറയപ്പെട്ട ദിവസത്തിൽ നടത്തുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന കൃപയ്ക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ശേഷം ഇതിനെ ഓർത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. IPC എഴുന്നൂർ വിദ്യാസഭയിൽ ദീർഘവർഷങ്ങളായി കർത്താവിനെ ആരാധിക്കുകയും വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കുന്ന ഒരു ഭവനമാണ് മാണിക്കൽ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയ ബാബുച്ചാന്റെയും നീലമാമയുടെയും ഭവനം. ദൈവങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ശോധനയുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ കണ്ണുനീരെ കണ്ട് മറികടന്നു പോകാതെ വിഷമസന്ധിയുടെ നടുവിൽ തിരുമുഖത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ മറുപടികൾ ദൈവം നൽകി. കണ്ണുനീരിനെ മാനിക്കുന്ന, കണ്ണുനീരെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ബാബുച്ചാന്റെ ലീലമാമയ്ക്ക് 2 മക്കളെ ദൈവം ദാനമായി നൽകി. മൂത്ത മകൾ ലീബയും ചാൾസും ഹൂസ്റ്റണിലായിരിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ലിബിന്റെ ജനനം മുതൽ ഇവിടെ പഠിക്കുകയും വളരുകയും പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ക്രമീകരണവും നാട്ടിൽ ചെയ്യുവാൻ കർത്താവിടെയാക്കി. ദൈവത്തിന് സമയമായപ്പോൾ ജോലിയോടനുബന്ധമായി ഭോപ്പാലിൽ കടന്നുപോയി ദീർഘവർഷങ്ങളായി അവിടെ ആയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കുന്ന ഒരു ആത്മിക ജീവിതം ചെയ്യുവാൻ ദൈവം പ്രിയ ലിബിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക യവനക്കാരുടെ നടുവിൽ യേശു കർത്താവിനെ ഉയർത്തി കാണിക്കുന്ന ഒരു അനുഗ്രഹീത സഹോദരനായി ദൈവം പ്രിയ ലിബിനെ വീണ്ടും ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശേഷ പ്രിയ സ്വാമിയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിത ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ദൈവകൃപയിൽ നിലനിന്ന് ആത്മീയാസം കൊടുത്തു, നല്ല ജോലി ദൈവം കൊടുത്തു. സ്ഥാപനമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ലിബിനെയും സ്വാമിയെയും അത്യുന്നതനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ച് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് ഞങ്ങൾ സഭയായി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കുള്ള മംഗള ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ തിരുവഴുത്തിൽ കൂടെ പ്രാരംഭ സമയം അനുഗ്രഹീതമാകുന്ന ഒരു സന്ദേശം നമ്മൾ കേൾക്കുകയുണ്ടായി. സമയത്തിന്റെ പരിധി നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അല്പം ചില വാക്കുകൾ ഈ വിഷയത്തോടനുബന്ധമായി ആവർത്തിച്ച് ഇവിടെ എന്റെ വാക്ക് ഉപസംഹരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കുടുംബം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം സർവശക്തനായ ദൈവം സ്ഥാപിക്കപ്പെട്ടതും ദൈവത്തിന്റെ ഹൃദയത്തിൽ ആരംഭിച്ചതായ അനുഗ്രഹീതമാകുന്ന പ്രസ്ഥാനമാണ്. ഭൂമിയിൽ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ സർവശക്തനായ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് കുടുംബം, മറ്റേത് സഭ. സഭയെക്കാട്ടിൽ നേരത്തെ സ്ഥാപിക്കപ്പെട്ടതാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു വാക്കൂടെ പറഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് പുറകിൽ തന്നെ ദൈവം കുടുംബം സ്ഥാപിക്കപ്പെട്ടു. 2 ലക്ഷം കോടിയിലേറെ ഗാലക്സികളും ജന്തുക്കളും മൃഗങ്ങളും ഭാവജാതികളും ഒക്കെ ഉള്ള ഈ പ്രപഞ്ചത്തിൽ അവയെ കുറിച്ചൊക്കെ പറയുവാൻ കേവലം ചില വാക്കുകൾ മാത്രം ഉപയോഗിക്കപ്പെടുമ്പോൾ മനുഷ്യനെ കുറിച്ച്, കുടുംബജീവിതത്തെ കുറിച്ച്, കുടുംബജീവിതത്തിന്റെ പരിപാലനയെ കുറിച്ച് സവിസ്തരം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഇവർ 2 പേരും വേദപുസ്തകം ചെറുപ്രായം മുതൽ വായിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ കാതലായ ഉപദേശ ഭാഗത്തിൽ നിന്ന് 1-2 വാക്കുകൾ ഇവിടെ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നു. വേർപെട്ട ദൈവമക്കളുടെ വിവാഹ ശുശ്രൂഷയുടെ മുഖ്യമായ പങ്ക്, അതിപ്രധാനമായ പങ്ക് എന്ന് പറയുന്നത് ദൈവ വചന ശുശ്രൂഷയ്ക്കാണ്. സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയുടെ കുടുംബം യേശു ക്രിസ്തുവിൽ പണിയപ്പെടണമെങ്കിൽ അതിനെ ആശ്രയമായി, അതിനെ ഉപോത്പന്നകമായി നിലനിർത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്
സർവശക്തനായ ദൈവത്തിൽ ഉള്ളതായ നമ്മുടെ ആശ്രയം, നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത്. അല്പസമയം കൂടെ കഴിയുമ്പോൾ ബഹുമാന്യ കർത്തദാസൻ ഉഭയസമ്മതത്താൽ ഉടമ്പടിയിലൂടെ നിങ്ങളുടെ വലക്കരങ്ങളെ തമ്മിൽ ചേർത്ത് പിടിച്ച് ഉഭയസമ്മത നാടകം ചൊല്ലുന്നെന്ന് നിങ്ങൾ ഭർത്താവും ഭാര്യയുമായി തീരും. എന്നാൽ ഓർക്കേണ്ട വസ്തുത, ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദവനോട് ദൈവം പറയുന്നു, നിനക്ക് തക്കതായ ഒരു തുണയെ ഞാൻ ഉണ്ടാക്കി തരും. മനുഷ്യനെ ദൈവം ഒരു കാണുന്നതിനെ വരുത്തി അവന്റെ വാരിയതിൽ ഒന്നെടുത്ത് യഹോവയായ ദൈവം അവന്റെ മുൻപിൽ സ്ത്രീയെ നിർത്തിയപ്പോൾ ആദം പറഞ്ഞത്, ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്നാണ്. പ്രിയ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കേരളത്തിന്റെ 12 ഡിസ്ട്രിക്റ്റിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ പ്രിയ ഇതിനു വേണ്ടി ദൈവം മുന്നേ ഒരുക്കി വെച്ചിരുന്നു ഒരു തക്ക തുണയെ. ലിബിന് കിട്ടുന്ന ഒരു ഇണയല്ല, ലിബിന് കിട്ടുന്ന ഒരു തക്ക തുണയാണ്. ഭൂമിയുടെ പകലിൽ ലിബിനുമായിട്ടുള്ള ഉപരിസമൂഹത്തിൽ ഓർക്കേണ്ട കാര്യം, ഭൂമിയുടെ ആണ് ലിബിൻ, ലിബിന്റെ ശരീരമാണ് ഭൂമി. ഈ രണ്ട് ബന്ധം ഒരുപോലെ ഉറപ്പിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരുന്നത്. ശരീരവും തലവുമായിട്ടുള്ള അടുത്ത ബന്ധം അത് മുറിച്ചു മാറ്റുവാൻ സാധ്യമല്ല. ഈ ബന്ധമാണ് കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട അതിശ്രേഷ്ഠമായ ഗുണങ്ങൾ. ഇതൊരു വ്യക്തിയിൽ ഉണ്ടായാൽ ആ വ്യക്തിയുടെ കുടുംബജീവിതം നിശ്ചയമായിട്ട് അനുഗ്രഹിക്കപ്പെടും. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, വൈഷമ്യങ്ങൾ വരാം, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം, സംസാരത്തിൽ ഭാഗപ്പിഴകൾ വരാം. എന്നാൽ ഇങ്ങനെയുള്ള നിസ്സാരമായ കാരണത്താൽ പോലും കാലഘട്ടങ്ങൾ മാറിയപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയിൽ പോലും മനുഷ്യനിന്ന് ഉയർന്നു നിൽക്കുമ്പോൾ നിസ്സാര കാരണത്തെ ചൊല്ലി മനുഷ്യൻ ഈ വിവാദത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ, ദൈവദൂതന്മാരുടെ നടുവിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇന്ന് പകലിൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുമ്പോൾ ഓർക്കപ്പെടേണ്ട കാര്യം, നിങ്ങൾ തമ്മിൽ എടുക്കപ്പെടുന്നതായ ഈ തീരുമാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ മുൻപിൽ മറിച്ച് അത്ഭുതനായ ദൈവത്തിന് മുൻപിൽ സ്വർഗങ്ങളെ അടക്കി മാറ്റുന്ന സർവശക്തനായ ദൈവത്തിന് മുൻപിലാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനത്തിൽ നിങ്ങൾക്ക് മാറുവാൻ വ്യവസ്ഥയില്ല. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ മനുഷ്യന് വസ്ത്രം നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു, അവരുടെ പർദീസ നഷ്ടപ്പെട്ടു. ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു ആദവനോട്, ആദവനെ നിന്റെ ഒരു വാരിയല്ലേ ഞാൻ എടുത്തോളൂ, ഇനി നിനക്ക് വാരിയലുണ്ട്, ഈ വാരിയല കൊണ്ട് ഞാൻ ഒരു സ്ത്രീയെ ഉണ്ടാക്കി തരാമെന്ന് യഹോവയായ ദൈവം പറയുന്നില്ല. മറിച്ച് യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നല്ലതായിട്ട് കണ്ട് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ 4000 വർഷങ്ങൾ യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വളർന്നിരിക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിൽ ആത്യന്തികമായി ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിക്കപ്പെടുന്നതായ ഒരു അനുഗ്രഹീത ജീവിതം ചെയ്യുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഇടയാക്കുവാനാകട്ടെ. വിജയകരമായ കുടുംബ ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ചുരുങ്ങിയ മിനിറ്റുകളിൽ പറഞ്ഞ് വാക്കുവസം വിളിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വിശുദ്ധ പുസ്തകത്തിനകത്ത് നമുക്ക് അനവധി കുടുംബങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. അനേക കുടുംബങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അതെ, ഓരോ കുടുംബങ്ങളെ എടുത്തു പഠിച്ചാൽ ഓരോ കുടുംബത്തിന്റെയും ചരിത്രങ്ങളുടെ തുടക്കം നമ്മൾ പഠിച്ചു നോക്കിയാൽ പല നിലയിലാണ്. എന്നാൽ വളരെ മാതൃകാപരമായി അല്ലെങ്കിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ തന്നെ അതിന് പുറകിലായി വരാൻ പോകുന്ന പ്രതിസന്ധികളെ മുൻപിൽ കണ്ടുകൊണ്ട് ആസന്ന ഭാവിയിൽ ഭവനത്തിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷമസന്ധിയെ കാലെ കൂട്ടി കണ്ടുകൊണ്ട് കുടുംബത്തിലേക്ക് യേശു കർത്താവിനെ ക്ഷണിച്ച ഒരു ഭവനത്തെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ആ കുടുംബത്തിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ കുടുംബത്തിൽ എത്ര പേരുണ്ടെന്ന് അറിയുന്നില്ല, അവരുടെ ബാക്കിലൊന്നും നമുക്കറിയിട്ടില്ലെങ്കിലും ആ കുടുംബത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നല്ലൊരു ആത്മീയ പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും അതിപ്രധാനപ്പെട്ട ഗുണം, ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ആരംഭമായി, അടയാളങ്ങളുടെ ആരംഭമായി കാനവരെ കല്യാണം
വീട്ടിൽ ആ കുടുംബത്തിൽ ചെയ്തെടുത്ത അത്ഭുതമായിരുന്നു. ആ അത്ഭുതം നമുക്കറിയാം, ലോക പ്രശസ്തമാണ്, എല്ലാവർക്കും അറിയാം. കുട്ടികൾക്കും സൺഡേ സ്കൂൾ ക്ലാസുകൾ പഠിക്കുന്ന കുട്ടികൾ ഇതറിയാം. എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ തികച്ചും ഈ അടിസ്ഥാന വിഷയത്തിന് കാതലായ ഉപദേശ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊള്ള ദൈവത്തിന് സ്തോത്രം. അവരവിടെ ചെയ്ത കാര്യം, ഒന്നാമത് ചെയ്ത കാര്യം, യേശു ക്രിസ്തുവിനെ അവരവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. യേശുവിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പ്രിയ സ്വാമി, ഈ വിവാഹ ഓഡിറ്റോറിയത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ട്, നിശ്ചയമായിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവാഹ ശുശ്രൂഷയിൽ മാത്രം പോരാ ദൈവ സാന്നിധ്യം, മറിച്ച് നിങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിത മേഖലകളിൽ ഈ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരായിരിക്കുക. നിങ്ങൾ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്തോണം, എപ്പോഴും യേശുവിനെ ക്ഷണിച്ചോണം. ഭക്ഷണങ്ങൾ വന്ന ശേഷമല്ല, അതിന് പുറകിൽ തന്നെ നിങ്ങൾ കർത്താവിനെ ക്ഷണിക്കണം. അപ്പോൾ ഒരു ചോദ്യം വരും, യേശു കൂടെ ഉണ്ടെങ്കിൽ പ്രസംഗം വരികയില്ലയോ? നിശ്ചയമായി വരും. യേശു പടകിലുണ്ടെങ്കിൽ കാറ്റുകൾ അടിക്കാം, യേശു പടകിലുണ്ടെങ്കിൽ ഓടുകൾ ഉണ്ടാകാം, യേശു വീട്ടിലുണ്ടെങ്കിൽ പ്രതിസന്ധികൾ വരാം. എന്നാൽ ഒരു സന്തോഷമുള്ളത്, യേശു കർത്താവ് ആകത്തോടുകൊണ്ട് ആ പ്രതിസന്ധിയെ മാറ്റും. അങ്ങനെയെങ്കിൽ ദീർഘവർഷങ്ങളായി കുടുംബജീവൻ നയിക്കുന്ന ആളുകളിൽ കളിക്കുന്നുണ്ട്. അവിടെ പ്രതിസന്ധികൾ വന്നപ്പോൾ, ഭാരങ്ങൾ വന്നപ്പോൾ അവരാകുലരാകാതെ മുൻപോട്ട് പോയതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മറ്റൊന്നല്ല, അവർ കർത്താവായ യേശുവിനെ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ, പോരായ്മ വന്നപ്പോൾ പറയുവാൻ ഒരാളെ അവർ കണ്ടെത്തിയിരുന്നു. നിങ്ങൾക്ക് വേണ്ടി കരയിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് മാതാപിതാക്കന്മാരോടല്ല നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിട്ട് അതിലൊരു പരിഹാരം, ഒരു സോഴ്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ല. ഇന്ന് പല കുടുംബങ്ങളും പ്രശ്നങ്ങൾ വരുന്നതിന്റെ കാരണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിച്ചെന്ന് നേതൃത്വത്തോട് അവരതിന് ഒരു നിർദ്ദേശം നൽകി ചിലപ്പോൾ അത് അതെ ശുഭമാകണമെന്ന്. എന്നാൽ അല്പസമയം കൂടെ കഴിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ വചനത്താൽ നിങ്ങൾ ഒരുമിച്ച് ഉടമ്പടിയുടെ ഭർത്താവും ഭാര്യമായി തീരുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും പ്രശ്നം പറയാൻ ഒരിടമുണ്ട്. അത് അത്യുതനായ ദൈവത്തിന്റെ സന്നിധിയാണ്. യേശു കർത്താവ് പ്രശ്നത്തെ പരിഹരിച്ചത് പുറത്തുകൊണ്ട് ഒരു സാധനം കൊണ്ടല്ല, വെള്ളം അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. കൽപാത്രം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വന്നതല്ല, കൽപാത്രം അവിടെ തന്നെ, വെള്ളം അവിടെ തന്നെ. യേശുവിനെ വേണ്ടത് ഒറ്റക്കൂട്ടരെയാണ് അനുസരിക്കുന്ന ഒരു കൂട്ടര്. ഇന്ന് പകരക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, കർത്താവിനോട് കൂടെയുള്ളത് കൊണ്ട്, ദൈവനോട് കൂടെയുള്ളത് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ദൈവം എനിക്ക് ഇവിടെ തന്നെ നൽകി തരും. ഞാൻ നേരത്തെ ഓർമ്മിച്ച പോലെ കാറ്റിന് പടകൾ ഉണ്ടാകാം, യേശുവിടെ പടകിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം, ഭാരപ്പെടുന്നത് കർത്താവ് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മുടെ അഗ്രഹത്തോളം വഴി നടത്തും. സ്തോത്രം. എന്റെ വാക്കിനോട് ഓർമ്മ കർത്താവിനെ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. നാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് മറ്റിച്ചേരും. സ്തോത്രം. ഭാര്യയോട് പറയുന്നു, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. പല ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുള്ളതായ വചനഭാഗമാണ്. എന്താണ് അതിന്റെ അർത്ഥം? വിവാഹം കഴിഞ്ഞാൽ അപ്പനമ്മമാരെ ഉപേക്ഷിക്കാനാണോ? ഒരിക്കലുമല്ല. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ഏതെല്ലാം സ്ഥാനത്തെത്തിയാലും, ഏത് ഉന്നത നിലയിൽ നിങ്ങൾ എത്തിയാലും, നിങ്ങൾക്ക് വേണ്ടി കരയും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്ന ദൈവം നിങ്ങളെ യാത്രകളിൽ അനുഗ്രഹിക്കുവാനാകട്ടെ. ഇന്ന് ഈ ആത്മീയ ശുശ്രൂഷയും ഏറെ മൃതകഥകളോടുകൂടി ആയിരിക്കുന്ന പലരും ഒരു വർഷങ്ങളെ കാണുമെങ്കിലും സ്തോത്രങ്ങളുടെ മകനക്കാലം നിറഞ്ഞ കഥയോടുകൂടെ ദൈവത്താക്ക് സ്തോത്രം ചെയ്യുവാൻ ഏറെ കഴിയുന്നത് നിശ്ചയമായി നിവിന്റെയും സ്വാമിയുടെയും മാതാപിതാക്കന്മാർക്കായിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ തലമുറയില് സാന്നിധ്യത്തിൽ, മൂന്ന് സന്യത്തിന്റെ സാന്നിധ്യത്തിൽ ആത്മിക ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വർഗ്ഗം സന്തോഷിക്കപ്പെടുന്ന ദിവസമാണ്. ദൈവം ആ ദിവസം നിങ്ങൾക്ക് നൽകിയതുകൊണ്ട് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു ഉപദേശി എന്ന നിലയിൽ ഒരു സമയം നന്നായി ഒരുങ്ങിയാണ് വന്നിട്ടുള്ളത് വിവാഹ വേദിയിൽ. അങ്ങനെ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരാണ് ഒരുക്കപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ സ്തോത്രം എന്നും നിങ്ങളെ ഒരുക്കുവാൻ
തീരും. ഇന്ന് ഇവിടെ ദൈവദാസന്മാരൊക്കെ അവൻ മാറിപ്പോകും, എല്ലാവരും മാറിപ്പോകും. എന്നാൽ സ്വന്തം അനുദിന ജീവിതത്തില് മാനവീയാമത്തിൽ ഒരുമിച്ച് വരുവാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ അനുദിനവും ഒരുക്കപ്പെട്ടവരായി മുന്നേറുവാനായിട്ട് ദൈവം ഇടയാക്കി തരും. കുഞ്ഞാടിന്റെ കല്യാണം വന്നു, തന്റെ കാർത്തികം തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന വചനപ്രകാരം സ്വന്തം തന്നെത്താൻ ഒരുക്കി നിർമ്മലരായി വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അതിൽ കഥകൾ പറ്റാതെ കർത്താവിന്റെ ഭാഗമായിരുന്നു തന്റെ ഏകജാതനായ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. നമ്മുടെ എല്ലാ ഭാവങ്ങള് നമ്മുടെ കർത്താവിന്റെ പേര് ചുമത്തിയിട്ട് നമ്മുടെ കർത്താവ് 3 കാര്യം പ്രധാനികളാണ്. കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി തടയപ്പെട്ട് കുഞ്ഞാട് നമുക്ക് വേണ്ടി അടക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു വലിയ വിവാഹം ഒരുക്കപ്പെടുകയാണ്. ഇന്ന് ആളുകൾ അധികം പേരില്ല, എന്നാൽ ഒരു വിവാഹ മഹോത്സവം നമ്മുടെ മുന്നിൽ വരുന്നു. ആ മനദിനത്തിനായി അത്രനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ദൈവനോടെയും പ്രോഗ്രാം കാണപ്പെടുന്ന ആരെങ്കിലും ഇതുവരെ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രനായ ദൈവം നിങ്ങളെ സകലത്തെ അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന്റെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അകാല ജലം കൊണ്ടും സൂര്യനാൻ ഉളവാകുന്ന ആ വിശേഷ ഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൻ ഉളവാകുന്ന വിശിഷ്ട ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമർപ്പിക്കുന്ന യഹോവയായ നിങ്ങൾ ദൈവം നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ദൈവത്തിന്റെ പ്രസാദം പ്രിയതിന്റെ പേരും സ്വാമിയുടെ പേരും ദൈവം തരുമാറാകട്ടെ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖത്തിന്റെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. യഹോവ തിരുമുഖത്തിന്റെ മേൽ ഉയർത്തി നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. IPC ജനവലുള്ളതായ സകല ദൈവമക്കളുടെയും എല്ലാ കർത്തൃദാസന്മാരുടെയും നിറഞ്ഞ അതേ പ്രത്യാശയപ്പെട്ട സുധിരം നമ്മുടെ മുൻപിലുണ്ട്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്ന ദൈവത്തിന്റെ വചനം മാറിയിക്കലെ കുടുംബത്തിൽ നിവർത്തിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടും നിറഞ്ഞ മംഗള ആശംസകളോടുകൂടെ കുറിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ദൈവമേ നിലനിർത്തുകയും ചെയ്യുവാനാകട്ടെ. God bless you. ദൈവം അനുഗ്രഹിക്കുവാനാകട്ടെ. നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അനന്തരമായി നടക്കുന്ന ശുശ്രൂഷകളിലും ദൈവത്തിന്റെ കരം കാണപ്പെടുന്നതിനായി നാം ഏവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താരദാസൻ പാസ്റ്റർ ദീപക് അബ്രഹാം ഈ സമയത്ത് പ്രാർത്ഥിച്ച് आइए हम प्रार्थना करें। स्वर्गीय पिता यीशु के नाम से एक और बार हम आपके चरणों पर आते हैं प्रभु जी। धन्यवाद करते हैं आज के दिन को जो आपने हमारे जीवन में दिखाया है। आप हमारे दयालु और अनुग्रहकारी पिता हैं, इसलिए हम आपका धन्यवाद देते हैं। जैसा आपका वचन कहता है आज का दिन यहोवा ने बनाया है, हम इसमें आनंदित और खुश होते हैं प्रभु जी। प्रभु हम आपकी मर्जी के आगे अपने जीवन को हम समर्पित करते हैं। खास तौर से जो वचन आज हमने सुना है उस वचन के सामने भी अपने जीवन को हम अर्पण करते हैं प्रभु जी। अगर आज सुबह यहाँ पर किसी ने भी आपके वचन को आपको आप उनके जीवन में उद्धारकर्ता के रूप में आप उनके जीवन में प्रभु के रूप में ग्रहण करने के लिए उनके जीवन को आप तैयार करने पाए, आप उन्हें योग्य बनाए प्रभु जी। आगे के परमेश्वर हमारे बच्चों के पवित्र विवाह में जो प्रवेश करते हैं प्रभु, हम प्रार्थना करते हैं त्रिएक परमेश्वर उस सेवकाई में प्रभु आप आशीष दे, बरकत दे। आपके भक्त के लिए हम प्रार्थना करते हैं जो इस सेवकाई को अगुवाई करते हैं प्रभु, आप उनका अभिषेक करें प्रभु, ताकि वो इस सेवकाई को बखूबी निभाने पाए प्रभु जी। यहाँ पर बैठे हम सभी को आपके बलवंत हाथों में सौंपते प्रभु जी। आप बढ़े और हम घटे, ये हमारी आपसे दुआ और प्रार्थना है। सारी महिमा आदर हम आपको देते हुए इस दुआ को हमारे उद्धारकर्ता आपके पुत्र प्रभु यीशु मसीह के नाम से मांगते हैं। ഈ സന്ദർഭത്തിൽ വീണ്ടും ഒരു ഗാനം കൂടി നമുക്ക് കേട്ട് ദൈവസന്നിധിയിൽ സന്തോഷിക്കാം. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ.
സ്നേഹമേൽക്കുമ്പോൾ വൻകൃപകളേൽക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും യേശുവേ. എന്റെ നാമം ചൊല്ലിടുവനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവനാ നിന്റെ സ്നേഹമേൽക്കുമ്പോൾ വൻകൃപകളേൽക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ. കണ്കൾ നിറയും നെഞ്ചെ തീയനേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവനാ നിന്റെ സ്നേഹം ഓർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കൃപകളോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ. യേശുവേ യേശുവേ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന എല്ലാ അഭിഷേകന്മാർക്കും സദസ്സിലായിരിക്കുന്ന എല്ലാ മിത്രങ്ങൾക്കും വിശ്വാസികൾക്കും മാതാപിതാക്കൾക്കും പ്രത്യേക നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും ദൈവദാസന്മാരെ ഒന്നിച്ച് ശുശ്രൂഷിപ്പാനും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിപ്പാനും ദൈവം നമുക്ക് തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം 2 സന്ദേശങ്ങൾ ഇവിടെ കേട്ടു. അടുത്തൊരു സന്ദേശം കേൾക്കാൻ നമുക്ക് ക്ഷമയില്ല. ഞാൻ അതിലോട്ട് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ 1-2 കാര്യം ഞാൻ ഓർപ്പിച്ച് കുടുംബത്തോടോ അതുപോലെ വചനത്തോടോ അനുബന്ധിച്ച് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഇരിപ്പാനും തുടർന്ന് ശുശ്രൂഷിപ്പാനും ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ലിബിൻ്റെ വല്യമ്മച്ചി, അവരുടെ വല്യമ്മച്ചിയുടെ അനിയത്തി, അതുപോലെ ലിബിൻ്റെ മാതാപിതാക്കൾ, ലിബിൻ്റെ അമ്മായി, ഈ പ്രിയപ്പെട്ടവർക്കൊക്കെ കടന്നു വരുവാനിടയാക്കി. അതുപോലെ സോമിയുടെ മാതാപിതാക്കൾ, സഹോദരൻ കുടുംബം, അവരുടെ അടുത്ത ബന്ധുക്കൾ കടന്നു വരുവാനും ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുപ്പാനുള്ള ഭാഗ്യം ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബ ജീവിതം ലോകത്തിൽ ദൈവത്താൽ നിർണയിക്കപ്പെട്ടതും ദൈവത്താൽ സ്ഥാപിതമാക്കിയതുമായ ഒരു വിശേഷപ്പെട്ട ഓർഗനൈസേഷനാണെന്ന് നമുക്ക് പറയാം. കുടുംബജീവിതം നയിക്കുന്നവരും ഇനി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരൊക്കെ ഉണ്ട്. ഈ ശുശ്രൂഷയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്നുകൂടെ പരിശോധിക്കുന്ന ഒരു സന്ദർഭമായി തീരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദർഭത്തിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നാം എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് കൂടിയിരിക്കുന്നത് ലിബിൻ മാത്യു ജോണിന്റെയും സോമി കോശിയുടെയും വിശുദ്ധ വിവാഹത്തിന്റെ സാക്ഷികളായാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ഇവരെ നിരന്തരം ഓർക്കുക. ഇവരുടെ കുടുംബ ജീവിതം
ദൈവപ്രസാദമുള്ളതാക്കി തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ തുടർന്നും അഭ്യർത്ഥിക്കുകയാണ്. കുടുംബം ദൈവത്തിന്റെ സൃഷ്ടിയിലെ മഹത് സ്ഥാപനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം പുരുഷനെയും സ്ത്രീയെയും ഭാര്യ ഭർത്താക്കന്മാരായി കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. ജീവപര്യന്തം അവർ ഒന്നിച്ച് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൃശ്യമായി ഇവിടെ വെച്ച് നടക്കുന്ന ഈ വിവാഹം ഭാവിയിൽ നടക്കുവാൻ പോകുന്ന വലിയ യാഥാർത്ഥ്യത്തിന്റെ നിഴൽ മാത്രമാണ്. വിവാഹം സൃഷ്ടിയിൽ ദൈവിക ഉദ്ദേശപ്രകാരമുള്ളതാകിയാൽ ആരും വിവാഹത്തെ ചെറുതായി കാണരുത്. അത് മാന്യവും ഉചിതവുമാണെന്ന് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ആര് വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവർ പെട്ടെന്നുള്ള തീരുമാനപ്രകാരമല്ല, പ്രത്യുത വളരെ ഭക്തിയോടും ബുദ്ധിയോടും എടുക്കേണ്ട തീരുമാനമാണ്. വിവാഹം ജീവപര്യന്തം ഉള്ളിടത്തോളം മരണം വേർപിടിക്കും വരെയുള്ള ഒരു വിശുദ്ധ ഉടമ്പടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം ദൈവത്തിൻ്റെ നിർണയവും ആഗ്രഹവുമാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം വർദ്ധിക്കുകയും അന്യോന്യം കരുതുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വിവാഹ ജീവിതം എന്നും നിലനിൽക്കുന്ന സ്നേഹവും കുടുംബ ജീവിതം അടിസ്ഥാനമുള്ളതും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വിശ്വാസത്തിലും പരിപോഷിക്കപ്പെടുകയും ദൈവം തങ്ങൾക്ക് ദാനമായി നൽകുന്ന തലമുറയെ ദൈവിക ഭയത്തിൽ വളർത്തുകയും ചെയ്യുക എന്നുള്ളത് ദൈവിക നിയമത്തിൽ പെട്ട കാര്യമാണ്. യേശുക്രിസ്തു എന്ന മണവാളനോടൊപ്പം സഭയാകുന്ന മണവാട്ടി സ്വർഗത്തിൽ ഒന്നിച്ചു വസിക്കുന്ന സന്തോഷ ശോഭനമായ ഒരവസ്ഥ ബൈബിളിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ ജീവിതാവസ്ഥ എത്ര മഹാശ്രേഷ്ഠമാണ്, എത്ര ആനന്ദകരമാണ്. അതിനുവേണ്ടി ജീവിതത്തെ ഒരുക്കുവാനും സമർപ്പിക്കുവാനുമുള്ള സുവർണ അവസരമാണ് നമുക്ക് വലിയവനായ ദൈവം നൽകിയിരിക്കുന്നത്. ഈ ശുശ്രൂഷയിലൂടെ അത് നമ്മൾ എല്ലാവരും ലഭ്യമാക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തു കേന്ദ്രീകൃതവും വേദപുസ്തക ഉപദേശങ്ങൾക്ക് അനുസൃതമായ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ഈ സന്തോഷാനുഭവം കരഗതമാകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതം മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നാം ശാന്തമായി ചിന്തിക്കുക. യേശുക്രിസ്തുവിലുള്ള നിത്യജീവന് നിങ്ങളെ സമർപ്പിക്കുക. തികഞ്ഞ ദൈവ സാന്നിധ്യം നമുക്കേവർക്കും ഇന്ന് പകൽക്കാലം ഉണ്ടാകുമാറാകട്ടെ. ലിബിൻ എന്ന യുവാവും സോമി എന്ന യുവതിയും ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുക്കത്തോടെ സന്നിഹിതരായിരിക്കുക എന്നത് അവരുടെ വിവാഹ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിനാണ്. അവരുടെ കുടുംബ ജീവിതത്തിൽ ദൈവം തലമുറകളെ നൽകി ആശീർവദിക്കേണ്ടതിനായി നാം ഏവരും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. ദൈവിക പ്രമാണം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. ദൈവവചനം പ്രബോധിപ്പിക്കുന്നത് അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ പുരുഷൻ നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ. ഇതുവരെയും രണ്ടുപേർക്കും അവരുടേതായ വഴികൾ ഉണ്ടായിരുന്നു. ഇരുവരും അവരുടേതായ നിർണയങ്ങൾ ഒരുപക്ഷെ മാതാപിതാക്കളോട് ചോദിച്ച് ഫൈനൽ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ പോവുകയാണ്. ദൈവവചനപ്രകാരം ഇനി ഞാനല്ല, നിങ്ങൾക്ക് ഞങ്ങൾ എന്ന് പറയാൻ ദൈവം അവസരം തരാൻ പോവുകയാണ്.
ഇത് നിന്റെ അല്ല, ഇത് നമ്മുടെ, അത് എൻ്റെ അല്ല, നമ്മുടെ എന്ന് പറയുവാൻ ദൈവം നിങ്ങൾക്ക് സാവകാശം നൽകട്ടെ. ഇനിയും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ എന്നുള്ളതായ വലിയൊരു മനോഭാവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഉള്ളിൽ ജനിക്കണം. എങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതവും കുടുംബ ജീവിതവും നയിപ്പാൻ, മാതൃകയുള്ളവരായി സമൂഹത്തിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ദൈവം നിങ്ങൾക്ക് തരുന്ന ആയുസ് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും വിനിയോഗിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്, അത് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സ്വാമി മാതാപിതാക്കളെ എല്ലാം വിട്ട് അത് ഭർത്തൃ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭർത്തൃഗ്രഹം, ലിവിന്റെ വീട് അവൾക്ക് എപ്പോഴും ഒരു ശരണമായി തന്നെ തീരണം. ഇനിയും പുറകോട്ട് പോയി അപ്പന്റെ അമ്മയുടെ അടുത്ത് പോയി കംപ്ലൈന്റ് പറയാനോ, ആ സ്വാമിയുടെ അപ്പനും അമ്മയും അവരുടെ കുടുംബത്തിൽ കയറിയിരുന്ന് ഭരിക്കാനോ ഒരിക്കലും ആഗ്രഹിക്കരുത്. അങ്ങനെ ചെയ്താൽ കുടുംബം ചെയ്തിട്ടുള്ളിടത്തൊക്കെ ഛിദ്രമായി പോയിട്ടേ ഉള്ളൂ. അവരൊരിക്കലും സന്തോഷമായി കഴിയുന്ന ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ ലിബിന് ഇതുവരെയും ഒരുപക്ഷെ പപ്പായുടെയും അമ്മയുടെയും ഒക്കെ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നെങ്കിലും ഇന്ന് മുതൽ അതിനൊക്കെ ഒരു വ്യത്യസ്തത കാണും. ഇന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ഒന്നും ഒരുപക്ഷെ അപ്പനോടും അമ്മയോടും പറഞ്ഞേച്ചായിരിക്കത്തില്ല ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ വഴികളിൽ ജീവിക്കുവാനുള്ള അവസരങ്ങൾ മാതാപിതാക്കളാകുന്ന നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അവർ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ ആജ്ഞയാകിയാൽ അതിനുവേണ്ടി പകൽക്കാലം നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ദൈവവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു, ദൈവിക ഇഷ്ടപ്രകാരം നാം സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കുറഞ്ഞ പക്ഷം ദശാംശം ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ നൽകണം. എല്ലാ രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന നിങ്ങൾ ഇന്ന് രാത്രി മുതൽ അത് ആരംഭിക്കണം. ദൈവത്തിന് സ്തോത്രം. കരം പിടിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. ദൈവവചനം വായിക്കുന്നതിൽ വിമുഖത ഒരിക്കലും കാണിക്കുവാൻ പാടില്ല. സഭ ആരാധനയ്ക്ക് എല്ലാ കഴിവതും എല്ലാ സൺഡേയിലും എല്ലാ കൂട്ടായ്മകളിലും കടന്നുപോയി അതിൽ പങ്കുചേരുവാൻ ഒരിക്കലും മറക്കരുത്. അതിനൊരു വൈമുഖ്യം ജീവിതത്തിൽ കാണിക്കരുത്. ദൈവമാണ് നിങ്ങളെ നടത്തുന്നത്, ദൈവമാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്, ദൈവമാണ് ഞങ്ങളുടെ ഭവനത്തെ പണിയുന്നത് എന്നുള്ള വസ്തുത ഒരിക്കലും മറന്നു പോകാതെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി അപ്രകാരം ഒരു നിർണയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. ദൈവത്തിന് സ്തോത്രം. ആകയാൽ അറ്റുപോകാത്ത മരണം വരെയും ഇവിടുന്ന് മരണത്തിൽ നിന്ന് നാം പ്രവേശിക്കപ്പെട്ടാൽ നിത്യവരെയും നമ്മെ കൊണ്ടെത്തിക്കാൻ കഴിവുള്ളവനായ സർവശക്തനായ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഇന്ന് പോൽക്കാലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം. ഇപ്പോൾ ഒരു പാട്ടിന്റെ ഒരു ശീൽ പാടിയതിനു ശേഷം അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞാട്ടിൻ കല്യാണമകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടത്തുന്നാൾ, മണിയറയ്ക്കുള്ളിൽ കടത്തുന്നാൾ. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാം അവൾക്ക്. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാം അവൾക്ക്. വായിക്കുന്നു. ഗവൺമെന്റ് നിയമപ്രകാരം ഇത് സദസ്സിനെ വായിച്ച് കേൾപ്പിക്കണമെന്നുള്ള നിയമമുള്ളത് കൊണ്ട് ഇവിടെ പ്രതിയാൽ ഇത് വായിച്ച് നിങ്ങളെ അറിയിക്കുന്നു.
This is to hereby solemnly resolved by the family members, relatives, church representatives and friends concerned of both parties in the meeting held on 12th December 2019 at the Red Maple Mashal Rao Indoor, that the holy matrimony of Mr. Libin Matthew John, age 30, profession administrative manager, member of Indian Pentecostal Church, Edamattur, Kerala, son of Mr. M.V. John and Sarama John, Malaikal House, Vellai Post, Theological Village, Edamattur, Pathanamthitta District, Kerala. 26, profession nurse, member of Beersheba Church of God, Pitambur, daughter of Koshi Thomas and Molly Koshi, of house number 223A, Shanti Nagar, Maugaon, Mahu, Indore District, Madhya Pradesh. ഇന്നേ ദിവസം ഇവരുടെ വിവാഹം നടത്തപ്പെടുവാൻ ദൈവസഭയും വീട്ടുകാരും തങ്ങളുടെ സുഹൃത്തുക്കളും ചേർന്ന് നടത്തി കൊടുക്കുവാൻ തക്കവണ്ണം കൊടുക്കാതിരിക്കാനായി ന്യായമായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം ഇപ്പോൾ രേഖാമൂലം അറിയിക്കാവുന്നതും അല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ മൗനമായിരിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും മൗനം ആയിരിക്കണമെന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മൗനം അനുവാദമെന്ന് വിചാരിച്ച് മുമ്പോട്ടുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. മാതാപിതാക്കൾ അല്പസമയം മുമ്പോട്ട് വന്നാട്ട് രണ്ടുപേരുടെയും മാതാപിതാക്കൾ